Watch full episodes on Jio Hotstar. അയാളിന് വരാതിരിക്കോ? ഇതുവരെ കണ്ടൊന്നും ഇല്ലല്ലോ. എന്തായാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. മോട്ടു, അതാണ് മിസ്റ്റർ ഡോൺ. അവനെ ആളുകൾ മിസ്റ്റർ ഡെവിൾ എന്നാണ് വിളിക്കാറുള്ളത്. അവന്റെ കയ്യിലുള്ള ആ കറുത്ത ബ്രീഫ് കേസ് കണ്ടില്ലേ? അതിലാണ് മിസ്റ്റർ മോന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഉള്ളത്. മോട്ടു, എനിക്ക് നന്നായിട്ടറിയാം സമൂസ ഇല്ലാതെ നിന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല എന്നുള്ള കാര്യം. ഇതാ, ഈ സമൂസ കഴിക്കൂ. ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയതാണ്. എപ്പോഴെങ്കിലും ഇതിന്റെ ആവശ്യം വന്നാലോ? ഇനി കണ്ടോളൂ, അവന്മാരെ ഇടിച്ച് ശരിയാക്കിയിട്ട് ഡോക്യുമെന്റ്സുമായിട്ട് ഞാൻ തിരിച്ചു വന്നോളാം. മിസ്റ്റർ ഡോൺ, ആ ബ്രീഫ് കേസ് എന്റെ കയ്യിലോട്ട് തരൂ. ഗാർഡ്സ്, അവനെ പിടിക്കേ. എന്നാ പിന്നെ നിനക്ക് അതെ, നിങ്ങൾ ഹോങ്കോങ്ങിലെ ചാമ്പ്യന്മാരാണെങ്കിൽ ഞാനും ഫുർഫുറി നഗരത്തിലെ ചാമ്പ്യൻ തന്നെയാണ്. യെസ്. ഗാർഡ്, വേഗം അവനെ പിടിക്കേ. അവൻ ബ്രീഫ് കേസ് കൊണ്ടുപോകുന്നു. അവനെ പിടിക്കേ. ഹലോ, ഇങ്ങോട്ട് നോക്ക്. വഴക്ക് കൂടുകയാണോ അതോ കബഡി കളിക്കുകയാണോ? ബാഗ് മേടിക്കണോ പെട്ടെന്ന്? ശരി, ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യാം. പറ്റുന്നില്ല. മോട്ടു, നിനക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? കുഴപ്പമില്ല. എല്ലാം മുകളിലുള്ളവന്റെ കരുണ. ഇതിന്റെ ലക്ക് കാരണം ഉണ്ടായതാണ്. ലക്കിക എവിടെ ഉണ്ടെങ്കിലും ആൾക്കാർ ഇതും സന്തോഷിച്ചുകൊണ്ട് ഇരിക്കും. എന്റെ അമ്മോ, ഞാനിവിടെ ഫയർ ചെയ്തില്ലല്ലോ. ഫയർ ചെയ്യാതെ മരത്തിന് ഇളനീര് വീഴുന്നത് വളരെ അത്ഭുതം തന്നെ. വാവ് മോട്ടു, നീയൊരു വലിയ കാര്യമാണ് ചെയ്തത്. ഞാനിത് മിസ്റ്റർ മോന് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോയിക്കോളൂ.
കാരണം ഡെവിളിന്റെ എല്ലാ ആൾക്കാരും പോലീസും നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടാവും. സാഹചര്യങ്ങളൊക്കെ ഒന്ന് തണുത്തു കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു വന്നാൽ മതി. എന്നിട്ട് എന്റെ ബോസിന്റെ കൂടെ നിൽക്കാം. നമുക്ക് അന്നേരം ഒരുപാട് സെൽഫി എടുക്കണം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. നഗരത്തിൽ തുടർച്ചയായി കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ജനജീവിതം വളരെയധികം ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് ഇനിയും തുടർച്ചയായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ്. പൊളിച്ചെടുത്തല്ലോ. എനിക്കെന്തോ ആകെ പേടിയായിട്ട് വയ്യ. ആ ഡെവിളിന്റെ ആൾക്കാരെങ്ങാനും നമ്മളെ കണ്ടു കഴിഞ്ഞാ പിന്നെ പൊളിച്ചെടുത്തല്ലോ. ആരെങ്കിലും ഒന്ന് താഴേക്കിറക്ക്. കണ്ടില്ലേ, ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ. ഇത് ലക്കികയുടെ ഭാഗ്യമാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത. ഹോങ്കോങ്ങിലെ പ്രസിദ്ധനായ ബിസിനസ്മാനും മാന്യനുമായ മിസ്റ്റർ ഡോണിനെ കുറച്ച് ഗുണ്ടകൾ കൊള്ളയടിച്ചു. അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനത്തിലെ എല്ലാ രേഖകളും അവർ മോഷ്ടിച്ചിരിക്കുന്നു. മിസ്റ്റർ ഡോൺ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഹോങ്കോങ്ങിൽ ചെയ്യുന്നുണ്ട്. ഒരാൾ പോലും ഹോങ്കോങ്ങിൽ ദരിദ്രനായി ഇരിക്കരുതെന്ന് അദ്ദേഹത്തിന്റെ സ്വപ്നമാണ്. ഹോങ്കോങ്ങിനെ കുറ്റവിമുക്തമാക്കുകയെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ഇവര് ഡെവിളിനെ കുറിച്ച് നല്ലതാണല്ലോ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ചാനല് മിസ്റ്റർ ഡെവിളിന്റെ തന്നെ ആയിരിക്കണം. നോ 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 മിസ്റ്റർ ഡെവിൾ ഇതല്ല, ഇത് മിസ്റ്റർ ഡോങ്ലിയാണ്. വളരെ നല്ല മനുഷ്യനാ. ഈ പാവത്തിന്റെ എല്ലാം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതാ ഡെവിളിന്റെ പണിയായിരിക്കും. അപ്പം മിസ്റ്റർ ഡെവിൾ എന്ന് പറഞ്ഞ ആരാ? എല്ലാവരും കരുതുന്നത് ഈ പ്രവൃത്തി മിസ്റ്റർ ഡെവിളിന്റെ ആണെന്നാണ്. മിസ്റ്റർ ഡെവിൾ, അതായത് മിസ്റ്റർ മോങ്കിന്റെ. ഇതാണ് മിസ്റ്റർ ഡെവിൽ. അപകടം പിടിച്ച മനുഷ്യനാ. അയാളുടെ കയ്യില് ഒരു ടൈഗർ പെറ്റുണ്ട്. മിസ്റ്റർ ഡോൺ ഡെവിളിനെ പേടിച്ച് ഒളിവിൽ പോയിരിക്കുകയാണ്. ആർക്കും അറിയില്ല അദ്ദേഹം എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന്. ഡെവിൾ അദ്ദേഹത്തെ തീർത്തു കളയുമോ എന്ന ഭയത്തിലാണ് അദ്ദേഹം. ഇപ്പോൾ ഡെവിൾ ഈ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ആരോ ഇദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ എടുത്തയച്ചതാണ്. ഇയാളെ കാണാനല്ലേ നമ്മൾ മുമ്പേ പോയത്. താടി ഉള്ളത് കൊണ്ട് എനിക്ക് അയാളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മോട്ടു പതലു, നിങ്ങൾ എന്ത് മണ്ടത്തരമായി കാണിച്ചത്? നോ 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 നോ. ചതി, ഇത്രയും വലിയ ചതി. മോഗ്ലി, ഡെവിൾ എവിടെ? മുന്നിലേക്ക് വാ. നിന്റെ ശരിക്കുള്ള മുഖം ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. മുന്നിലേക്ക് വരൂ ഡെവിൾ. പൊളിച്ചെടുത്തല്ലോ. Tiger, stop! Tiger, അകത്ത് പോകൂ. ഓ, അപ്പൊ നിങ്ങൾക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി. കഷ്ടമായി പോയി. നിങ്ങൾ വാസ്തവം മനസ്സിലാക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഇനി ഇപ്പൊ മനസ്സിലായ സ്ഥിതിക്ക് ഈ ഒരു ഗെറ്റപ്പിന്റെ ഒരു ആവശ്യമില്ല. എന്തിന്? നീ എന്തിനായിരുന്നു ഞങ്ങളെ കൊണ്ട് ആ തെറ്റ് ചെയ്യിപ്പിച്ചത്? മിസ്റ്റർ ഡോൺ, നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാരെ കൊണ്ട് തന്നെ അതങ്ങ് ചെയ്യിപ്പിച്ചൂടായിരുന്നോ? അറിയാം. ഞാൻ തുടക്കത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ ഫുർഫുരി നഗറിൽ എന്തിനാ വന്നതെന്ന് നിങ്ങൾക്കറിയോ? ഇവിടെ എന്റെ മേലെ മിസ്റ്റർ ഡോൺ കാരണം പോലീസിന്റെയും ഗവൺമെന്റിന്റെയും പ്രഷർ വർദ്ധിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന്. അവിടുത്തെ ആളുകൾ വിഡ്ഢികളുമായിരിക്കണം, ദുർബലരുമായിരിക്കണം. അപ്പൊ എനിക്ക് അവിടെ എന്റെ താവളം നിർമ്മിക്കാൻ കഴിയും. എന്നിട്ട് അവിടെ ഇരുന്ന് ഈ ലോകം മുഴുവൻ ഭരിക്കാനും കഴിയും. ഇനി നിന്റെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഞാൻ ഈ ജോലി നിന്നെ കൊണ്ട് എന്തിനാ ചെയ്യിച്ചെന്ന്? ഉത്തരം വളരെ സിമ്പിൾ. നിന്റെ ഏറ്റുമുട്ടുന്ന രീതി വളരെ വ്യത്യസ്തമാണ് ആൻഡ് വെരി ഓർത്തഡോക്സ്. അതാണ് ഒരു സർപ്രൈസ് വെപ്പൺ. അതിനുവേണ്ടി ഡോണിന്റെ ആൾക്കാര് ഒരിക്കലും റെഡി അല്ലായിരുന്നു. ആ പാവം വിഡ്ഢികൾക്ക് കൺവെൻഷണൽ ഫൈറ്റിംഗ് അല്ലേ അറിയൂ. അതും പോരാതെ എന്റെ എല്ലാ ആൾക്കാരെയും അവര് തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ ഈ ജോലി ചെയ്യാനായിട്ട് ഒരു പുതിയ ആള് തന്നെ വേണമായിരുന്നു. ഇനി നിന്നേക്കാളും ബെറ്റർ ആയിട്ട് വേറെ ആരാണുള്ളത്? അതുകൊണ്ട് തന്നെയാണ് നിന്നെ തന്നെ ഞാൻ വിഡ്ഢിയാക്കിയത്.
നിന്റെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം, ഫുർഫുറി നഗരത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല, ബുദ്ധിയുള്ളവന്മാരാണ്. മനസ്സിൽ നന്മകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളൊക്കെ അത് മുതലെടുത്ത് ഞങ്ങളെ വിഡ്ഢികളാക്കി അല്ലേ? നിന്റെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം, ഓക്കെ, ഫുർഫുറി നഗറിലെ ജനങ്ങൾ ഭീരുക്കളല്ല, മറിച്ച് ധൈര്യശാലികളാണ്. അത് ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് തെളിയിച്ച് കാണിച്ചു തരാം, കേട്ടോ? മിസ്റ്റർ ഡെവിൾ, ഞാൻ നിനക്ക് തന്ന ആ ബാഗ് ഉണ്ടല്ലോ, അത് ഞാൻ തന്നെ നിന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തിരിക്കും, ഓക്കെ? വെൽക്കം മിസ്റ്റർ ഡോങ്, വെൽക്കം. നിങ്ങളെ കൊണ്ട് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. ഈ ബാഗ് ഒന്ന് തുറക്കണം. ഞാൻ ഈ ബ്രീഫ് കേസിന്റെ പാസ്വേഡ് ഒരിക്കലും നിനക്ക് പറഞ്ഞു തരില്ല. ദുഷ്ടലാക്കോട് കൂടിയുള്ള നിന്റെ ഈ പ്രവർത്തനം ഒരിക്കലും വിജയിക്കാൻ സമ്മതിക്കില്ല മിസ്റ്റർ മോംഗ്ലി. അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ തീർച്ചയായിട്ടും അനുഭവിക്കും. അതായത് ഇയാളെ ലാങ്ടോ ഐലൻഡിലേക്ക് കൊണ്ടുപോകൂ. പിടിക്കാളെ. മാസ്റ്റർ, ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്? എങ്ങനെയാണ് ചെയ്തത്? ഇത് അൾട്ടിമേറ്റ് ഫോം ഓഫ് മൈൻഡ് ആൻഡ് ബോഡി കോർഡിനേഷൻ ആണ്. മനസ്സ് ഏത് പ്രകാരത്തിൽ ചിന്തിക്കുന്നുവോ അപ്രകാരം തന്നെ ശരീരം പ്രവർത്തിക്കുന്നു. രണ്ടാമതൊന്നും ആലോചിക്കാതെ. മാസ്റ്റർ സാറ്, എനിക്കും ഇത് പഠിപ്പിച്ചു തരുമോ പ്ലീസ്? ഇത് പഠിച്ചെടുക്കാൻ വർഷങ്ങൾ തന്നെ വേണ്ടിവരും. അതിനു മാത്രമുള്ള സമയം നിന്റെ കയ്യിലില്ല മോട്ടു. നീ പഠിച്ചതൊക്കെയും തന്നെ നിന്റെ ഉദ്ദേശം നിറവേറ്റാൻ സഹായിക്കുന്നതാണ്. മനസ്സ് ഏത് പ്രകാരത്തിൽ ചിന്തിക്കുന്നുവോ അപ്രകാരം തന്നെ ശരീരം പ്രവർത്തിക്കുന്നു. ഇത് അൾട്ടിമേറ്റ് ഫോം ഓഫ് മൈൻഡ് ആൻഡ് ബോഡി കോർഡിനേഷൻ ആണ്. മനസ്സ് ഏത് പ്രകാരത്തിൽ ചിന്തിക്കുന്നുവോ അപ്രകാരം തന്നെ ശരീരം പ്രവർത്തിക്കുന്നു. ഇത് അൾട്ടിമേറ്റ് ഫോം ഓഫ് മൈൻഡ് ആൻഡ് ബോഡി കോർഡിനേഷൻ ആണ്. പതുലു, മോട്ടുവിന്റെ കൈ പിടിക്ക്, കൈ പിടിക്ക്.
ഗുഡ് മോട്ടു, നീ എന്റെ ഏറ്റവും നല്ല സ്റ്റുഡന്റ് ആണ്. ഇതുപോലൊരു സ്റ്റുഡന്റിനെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി പ്രാക്ടീസ് ചെയ്യാനുണ്ട്. വൈകുന്നേരം വരെ ഇതുപോലെ തന്നെ നിൽക്കണം. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ ഇനി എത്ര വേദനകൾ കൂടി സഹിക്കും? എനിക്കിതൊന്നും കണ്ടു നിൽക്കാനാവില്ല ചങ്കേ. ഓ ഡോണ്ട് വറി ഡോക്ടർ ജഡ്ക, നിങ്ങൾ ഇത് കണ്ട മോട്ടു എത്ര വേഗമാണ് എല്ലാം പഠിച്ചെടുത്തതെന്ന്. കാലങ്ങോട്ട് എടുത്ത് വെക്ക്. മോട്ടു എന്തുപറ്റി ബദലു? നീ ബോൺലെസ് മോട്ടു ആയി മാറിയിരിക്കുക. മോട്ടു, ആശംസകൾ. നിന്റെ ട്രെയിനിങ് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെയൊക്കെ കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ ഹോങ്കോങ്ങിൽ വരുമ്പോഴൊക്കെ എന്നെ കാണാൻ തീർച്ചയായും വരണം. നിങ്ങളൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ മേളിലോട്ട് അയക്കും. പേടിക്കണ്ട, ഞാൻ കൊല്ലൊന്നും അല്ലല്ലോ. മുകളിലേക്കല്ലേ ഞാൻ അയക്കണേ. പൊളിച്ചെടുത്തല്ലോ. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളെ മുകളിലേക്ക് പറഞ്ഞയക്കണേ? ഈ മുകളിലേക്ക് അയക്കുമെന്ന് പറഞ്ഞത് യഥാർത്ഥ വാക്കല്ലെന്ന് തോന്നുന്നു. ഞാൻ കൊണ്ടുവിടാന്നാ പറഞ്ഞേ. കൊണ്ടുവിടാം. ഓ, അപ്പൊ നിങ്ങൾ കൊണ്ടുവിടാന്നാ പറഞ്ഞല്ലേ? മാസ്റ്റർ, അങ്ങയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് എന്റെ ജീവിതകാലം മുഴുവൻ അങ്ങയെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഉറപ്പ്. താങ്ക് യു. ബൈ ബൈ മാസ്റ്റർ. ബൈ. ഈ സെൽഫി എടുക്കണ ഭ്രാന്ത് എന്താ നിർത്തണേ? ശരി, അയാളെ പിടിച്ച് ഉടനെ ലാങ്ടോ ഐലൻഡിലേക്ക് കൊണ്ടുപോവാ. കൂട്ടുകാരെ, ഒരു ശുഭവാർത്തയുണ്ട്. മിസ്റ്റർ ഡോങ്ങിന്റെ ഒളിത്താവളം കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോ നമ്മുടെ ആളുകൾ അയാളെ അവിടുന്ന് പിടിച്ചുകൊണ്ട് ലാങ്ടോ ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൈഗർ, നിനക്ക് എന്ത് സ്പെഷ്യൽ ഭക്ഷണമാണ് കിട്ടാൻ പോകുന്നത്? സർ, മോട്ടു പത്ലു നമ്മുടെ പിന്നാലെ ഉണ്ട്. ഫിനിഷ് ദം.
Hands up. എല്ലാവരും കൈകൾ മുകളിലോട്ട് ഉയർത്തുക. എന്തു പറയുന്നു മോട്ടു? ഇപ്പോൾ എന്തു ചെയ്യും? മിസ്റ്റർ ഡെവിളിനെ നേരിട്ടാൽ ഇതായിരിക്കും അവസ്ഥ. ദേ അങ്ങോട്ട് നോക്കൂ, എന്താണ് ആ കാണുന്നതെന്ന്. എന്റെ സുഹൃത്തിനെ വിട്ടേക്ക് പ്ലീസ്. എന്റെ സുഹൃത്തിനെ വിടാനാ പറഞ്ഞത്. മോട്ടു പത്തുലു, ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ ആരും പേടിക്കണ്ട. കാറ് നിർത്താനാ പറഞ്ഞത്. ഇപ്പം തന്നെ ഇപ്പം നിർത്താം. പക്ഷേ നീ മുന്നിലുള്ള കാറിനെ ഒന്ന് ടച്ച് ചെയ്തിട്ട് വരണം. മോട്ടു, നീ ഇതെവിടേക്കാ പോകുന്നേ? ഓ, എന്നെ പൊട്ടനാക്കിയതാണോ? ഓ, ഞാൻ വെറുതെ വിടില്ല. ഓ, എവിടെ പോയി? Watch India's largest kids library only on Jio Hotstar. Download the app now.